നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ചിലപ്പോൾ ഒരു ശിക്ഷ മനുഷ്യനെ മാറ്റില്ല, പക്ഷേ കരുണ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കും. ശുഭദിനത്തിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്ഷ്യൻ മരുപ്രദേശത്തെ ഒരു സന്യാസ മഠത്തിന്റെ അധിപനായിരുന്നു പണ്ഡിതനായ അനസ്തീഷ്യസ്റ്റ്. ഒരിക്കൽ ആ മഠത്തിലേക്ക് യുവാവായ ഒരു സന്യാസി അതിഥിയായി എത്തി. മഠത്തിന്റെ ഗ്രന്ഥശാലയിൽ അപൂർവങ്ങളായ ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ യുവ സന്യാസി അവിടം സന്ദർശിച്ചു. അവിടെ നിന്ന് ഏറ്റവും അപൂർവവും വിലപിടിപ്പുള്ളതുമായ ബൈബിളിന്റെ ഒരു കോപ്പി ഈ യുവ സന്യാസി രഹസ്യമായി കൈവശപ്പെടുത്തി. ഈ അപൂർവ ഗ്രന്ഥം നഷ്ടപ്പെട്ട അന്നു തന്നെ അത് നഷ്ടപ്പെട്ട കാര്യവും അത് കൈവശപ്പെടുത്തിയത് ആരാണെന്നും മഠത്തിലുള്ളവർ മനസ്സിലാക്കി. എന്നാൽ അനസ്തീഷ്യസ്റ്റ് ഒരു നടപടിയും എടുത്തില്ല. എന്നാൽ താൻ കൈവശപ്പെടുത്തിയ ഗ്രന്ഥത്തിന് നല്ല വില കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ആ യുവ സന്യാസി അപൂർവ ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന ഒരു ധനികനെ സമീപിച്ച് ആ ഗ്രന്ഥത്തിന് വിലയിടുവാൻ ആവശ്യപ്പെട്ടു. ധനികനാകട്ടെ ഗ്രന്ഥത്തിന്റെ വില അറിയാൻ വേണ്ടി സമീപിച്ചത് മഠ അധിപനായ അനസ്തീഷ്യസ്റ്റിനെയായ. അദ്ദേഹം ഗ്രന്ഥം തിരിച്ചറിഞ്ഞുവെങ്കിലും ഉചിതമായ വിലയിട്ട് തിരിച്ചു കൊടുത്തു. പിറ്റേ ദിവസം യുവ സന്യാസി തന്നെ സമീപിച്ചപ്പോൾ താൻ ഇതിന് വിലയിട്ടെന്നും പണ്ഡിതനായ അനസ്തീഷ്യസ്റ്റിന്റെ അടുക്കൽ കാണിച്ചിട്ടാണ് വിലയിട്ടതെന്നും ധനികൻ അറിയിച്ചു. ഇത് കേട്ട യുവസന്യാസി ഞെട്ടിപ്പോയി. അയാൾ ആ ഗ്രന്ഥം തിരികെ വാങ്ങി അപ്പോൾ തന്നെ അനസ്തീഷ്യസ്റ്റിന്റെ അടുക്കിലേക്ക് ഓടി. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. ഗ്രന്ഥം തിരികെ ഏൽപ്പിച്ചു. എന്നാൽ അദ്ദേഹം പുഞ്ചിരി കൊണ്ട് പറഞ്ഞു, ആ ഗ്രന്ഥം നിങ്ങൾ തന്നെ കൈവശം വെച്ചുകൊള്ളൂ. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് നിങ്ങൾക്ക് തരണമെന്ന് ഉദ്ദേശിച്ചതാണ്. എന്നാൽ ആ യുവസന്യാസി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഇത് വാങ്ങിക്കണം. മാത്രമല്ല, ഇനിയുള്ള കാലം അങ്ങയുടെ ശിഷ്യനായി താമസിച്ച് വിവേകം അഭ്യസിക്കാൻ അനുവാദവും തരണം. അനസ്തീഷ്യസ്റ്റ് അനുവാദം നൽകുകയും ചെയ്തു. പകയുടെയും പ്രതികാരത്തിന്റെയും ശിക്ഷാ നടപടികളുടെയും ലോകത്തിനപ്പുറം ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും ഒരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ അധിപതികളാകാൻ നമുക്ക് ശ്രമിക്കാം. ശുഭദിനം. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff Quit, the ultimate dandruff solution.